ദയാ, ആ ഏട്ടാ, നീ വരുന്നില്ലേ? വാ പോകാം. ദാ വരുന്നു ഏട്ടാ. ശ്രീ, ഞാൻ പോട്ടെ? നീ ചെല്ല്. വാ ഏട്ടാ, പോകാം. നീ ചെല്ല്, ഞാൻ വരാം. ശരി ഏട്ടാ. ശ്രീ, ഞാൻ പോയിട്ട് വരാം. ശ്രീ, എന്താ? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അതിന് തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കരഞ്ഞാലും എനിക്കെന്തിനും പറ്റില്ല. തനിക്കെന്താ? താൻ ആരാ എന്റെ? ഞാൻ നിനക്ക് ആരാണെന്ന് അറിയില്ല അല്ലേ? താൻ എന്റെ ആരുമല്ല. ഒന്ന് ഇറങ്ങി പോവോ എന്റെ മുറിയിന്ന്. മക്കൾ ഇറങ്ങിയോ? അതെ അമ്മേ, വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു, അതുകൊണ്ട് പോണം. ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരാ അമ്മേ? ഹലോ ചേച്ചി, ഇത് ഞാനാ. ആ പറ ചേച്ചി. അമ്മ ഇനി മുതൽ ഇവിടെ തന്നെ കാണുന്നു. അതെന്തായാലും നന്നായി. മക്കൾ എവിടെയാ ചേച്ചി? അവിടെ ഇവിടെയുണ്ട്. പിന്നെ ചിത്ത തിരിച്ചു വന്നോ? നാളെ അവൻ വരും, കൂടെ അവരും. എനിക്ക് പേടിയാവുന്നു. എന്തൊക്കെ നടക്കുമോ എന്തോ. ചേച്ചി അത് ഓർത്തൊന്നും പേടിക്കണ്ട. പിന്നെ ഇക്കാര്യം സന്തോഷം അമ്മയെ അറിഞ്ഞോ? പിന്നെ അമ്മ കുറെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ സന്തോഷേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന്. അവനും അവന്റെ ഭാര്യയും കൂടി അവന്റെ വീട്ടിൽ വരുന്നതിൽ നമുക്കെന്ത് പ്രശ്നമാണെന്നാ സന്തോഷേട്ടൻ പറഞ്ഞു. അവൻ ഇവിടെ വരുമ്പോൾ കാശി ഇവിടെ പൊട്ടിത്തെറിയുണ്ട്. എന്തായാലും ഉണ്ടാകും. വിച്ചു ചെയ്ത് തെറ്റല്ലേ ചേച്ചി? അതിനു വേണ്ടി രുദ്രയെ വേണ്ടെന്ന് വെച്ചതാ ശ്രീബാല. സ്വന്തമാണെന്ന് കരുതി അവൾ സ്നേഹിച്ചില്ലേ അവനെ? വിച്ചുവിന് പറയാമായിരുന്നു അവന് ഗൗരി ഇഷ്ടമായിരുന്നു എന്ന്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ചേച്ചി, എന്നാ ശരി.